ഹലോ ഗായ്സ്, എല്ലാവർക്കും സിനി ടൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് നിവിൻ പോളിയുടെ പുതിയ സിനിമയായ ഡിയർ സ്റ്റുഡൻസിൻ്റെ ടീസറിനെ കുറിച്ചാണ്. ഫാൻസ് പറയുന്നു നിവിൻ ഈസ് കം ബാക്ക് വിത്ത് ബാക്ക്. ശരിക്കും കം ബാക്ക് ആണോ? നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ലീഡ് റോളിൽ നമ്മുടെ സ്വന്തം നിവിൻ പോളിയും ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരയുമാണ്. ഡിയർ സ്റ്റുഡൻസ് ഒരു മലയാള തമിഴ് ബൈലിംഗ്വൽ സിനിമയാണ്. ഇതിൻ്റെ രചനയും സംവിധാനം ചെയ്തിരിക്കുന്നത് ജോർജ് ഫിലിപ്പ് റോയും സന്ദീപ് കുമാർ കൂടി ചേർന്നാണ്. സ്റ്റുഡൻസ്, ക്ലാസ് റൂം, ഫൺ മൊമെൻറ്റ്സ് എല്ലാം കൂടി ചേരുമ്പോൾ ഒരു നൊസ്റ്റാളജിക് മൂഡ് ആ ഒരു ട്രെയിലർ കൊടുക്കുന്നുണ്ട്. നിവിൻ പോളിയുടെ എൻട്രിയെക്കുറിച്ച് പറയുവാണെങ്കിൽ ഒരു ലൈറ്റ്, ഹ്യൂമറസ്, മിസ്റ്റീരിയസ് ലുക്കാണ്. ഹോണസ്റ്റ്ലി പറഞ്ഞു കഴിഞ്ഞാൽ പ്രേമം കാലത്തെ നിവിനെയാണ് നമുക്ക് ഓർമ്മിപ്പിക്കുന്നത് ഈ ഒരു ട്രെയിലറിൽ കൂടി. ഈ ഒരു ട്രെയിലർ ഹൈലൈറ്റ് ആക്കുന്നത് തന്നെ നിവിൻ പോളിയുടെ ഫണ്ണി ഫ്ലോട്ടിംഗ് സീൻസ് ആണ്. കോമഡി സീൻസും ലിറ്റിൽ സസ്പെൻസും എല്ലാം നൈസായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ട്രെയിലർ കാണുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് പ്രെഡിക്റ്റബിൾ ചെയ്യാൻ പറ്റും, പക്ഷെ അവർ ആ ഒരു എനർജി നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് അവർ സ്കോർ ചെയ്തിട്ടുണ്ട്, യൂത്ത്ഫുള്ളാണ്, സിനിമാറ്റോഗ്രഫി കളർഫുള്ളാണ്, വിഷ്വൽസ് എല്ലാം സൂപ്പർ ഫ്രഷ് ആണ്. അതുപോലെ മേക്കിംഗ് ക്വാളിറ്റിയും എഡിറ്റിങ്ങും ഒക്കെ ഡീസൻ്റ് ആണ്. ട്രെയിലറിൻ്റെ ലാസ്റ്റ് ആകുമ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ആകുന്നു, ആ ഫണ്ണി മൂമെൻ്റ് ഒക്കെ മാറി സീരിയസ് ടോൺ ആകുന്നു, മിസ്റ്ററി എലമെൻ്റ് ആഡ് ആകുന്നു. ട്രെയിലർ ജസ്റ്റ് ഫണ്ണ് മാത്രമല്ല, സസ്പെൻസും ഇമോഷണൽ കണ്ടന്റും ഉണ്ടെന്നാണ് സൂചന. ട്രെയിലറിൻ്റെ കമൻറ്റ് ബോക്സിൽ കണ്ടു കഴിഞ്ഞാൽ അറിയാം നിവിൻ ഈസ് ബാക്ക് എന്ന് പറഞ്ഞാണ് ഫുൾ അതിൽ വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നമുക്ക് നോക്കാം. 2 പോയിന്റിൽ കൂടി നമുക്ക് പറയാൻ പറ്റും. ഫസ്റ്റ് വണ്ണ്, പ്രേമത്തിലുള്ള അതേ ലുക്ക് തന്നെ നമ്മൾ ഇതിൽ കാണുന്നു. സെക്കൻഡ് പോയിന്റ്, ബോഡി ലാംഗ്വേജ്, ഡയലോഗ് ഡെലിവറി എല്ലാം എനർജറ്റിക്കും എൻഗേജിംഗ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നയൻതാരയുടെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഒരു സ്ട്രോങ്, സ്റ്റൈലിഷ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ലുക്കിലാണ് നമുക്ക് ടീസറിൽ കാണാൻ പറ്റുന്നത്. മൂവിയുടെ കണ്ടന്റ് സ്ട്രോങ് ആണെങ്കിൽ നിവിൻ പോളിയുടെ കരിയർ ഹിറ്റ് ആകാനുള്ള ചാൻസ് ഒരുപാടുണ്ട്. സെപ്റ്റംബർ ടു ഡിസംബർ ഇത്രയും മാസങ്ങൾക്കുള്ളിൽ തന്നെ റിലീസ് ആകുമെന്ന് സൂചനയുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ്? ശരിക്കും ഇത് നിവിൻ പോളിയുടെ കംബാക്ക് ആണോ? കമൻറ്റ് ബോക്സിൽ എഴുതോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.